ഇന്നലെ അദർവിനെ പ്രാക്ടീസിന് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. കാരണം ആദിഷ് തിരക്കിലായിരുന്നു. ആദിഷും ഞാനും ഒത്തിരി തിരക്കിലായിരുന്നു. ആദിഷ് ക്ലബിൽ പ്രാക്ടീസിന് പോയി, എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി. പക്ഷേ ഇന്ന് അദർവ് ബാഗൊക്കെ എടുത്തിട്ട് ആദിഷ് പോകണുണ്ട്, ബാഗ് എടുത്തിട്ട് നിർബന്ധമായിട്ട് എന്നെ കൊണ്ടുപോകണമെന്നും പറഞ്ഞു വന്നു. അപ്പോൾ രുദ്രയും വന്നു. അപ്പോൾ രണ്ടുപേരും കൂടി റോട്ടിൽ കിടന്നുള്ള ഒരു അംഗമായിരുന്നു. കാരണം എക്സസൈസ് ചെയ്യാനും കൂടെ ഓടാനും അദർവിൻ്റെ ഒപ്പം രുദ്ര അദർവിൻ്റെ ഒപ്പം ഓടി നടന്ന എല്ലാ എക്സസൈസിലും ചെയ്യണത്. കുറച്ചൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തു. അത് പിന്നെ അവൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. രുദ്രയ്ക്കും അദർവിൻ്റെ ഒപ്പം സ്കേറ്റിംഗ് പൊസിഷനിൽ നിൽക്കണം. അപ്പോൾ ഇന്ന് സ്കേറ്റിംഗ് പൊസിഷനിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് കറക്റ്റ് ചെയ്തെടുത്ത് പുള്ളിക്കാരി ഹാപ്പി. പിന്നെ പുള്ളിക്കാരി അദർവിൻ്റെ ഒപ്പം കൂടെ ഓടി തുടങ്ങിയപ്പോൾ പിന്നെ അദർവിൻ്റെ എന്താണ് പറയണത് റിപ്പീറ്റ് ചെയ്തിട്ട് കാലൊക്കെ കറക്റ്റ് ചെയ്യ്, എന്നാലും സ്പീഡിലോട്. ഇതൊക്കെയായിരുന്നു പുള്ളിക്കാരുടെ ഇന്നത്തെ മെയിൻ പരിപാടി റോട്ടിൽ വന്നിട്ട്. അത് കഴിഞ്ഞപ്പോൾ അദർവിനെ ചീറപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പം അത് പറഞ്ഞിട്ട് അതായിരുന്നു പിന്നെ പുള്ളിക്കാരി ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അഥവാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ അദർവ് ചെയ്യണ മാതിരി പൊസിഷനൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട് കേട്ടോ, റെഡി ആയിട്ട് വരുന്നുണ്ട് പൊസിഷൻ. അപ്പോൾ ഈ വീഡിയോയിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. പൊസിഷൻ കറക്റ്റ് ചെയ്ത് കണ്ടില്ലേ. ഇപ്പോഴും ഇതേപോലെ നന്നായിട്ട് അത്യാവശ്യം ചെയ്യുന്നുണ്ട്. പയ്യോ യുദ്ധം തുടങ്ങി ഇതേ അദർവ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറംതിരിഞ്ഞ് നടക്കുന്ന മാതിരി അദർവിൻ്റെ ഫ്രണ്ടിലോട്ട് നടക്കുന്ന മാതിരി രുദ്രയും അതേമാതിരി നടന്നു തുടങ്ങി. അവൾക്കാണ് ഈ തമാശ കളിയാണെങ്കിലോ അവനെ കൺട്രോൾ കൊണ്ടുപോകാനുള്ള എൻ്റെ ലക്ഷ്യം അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇഷ്ടോടെ കാണിച്ച് ഓടി വന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ അതൊരു ബൈക്കേ അറിയില്ല, നേരെ ബൈക്ക് ചെന്ന് വീഴാൻ പോകുന്നു. അങ്ങനെ ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത്രയും വീട്ടിൽ കയറുന്നു. ബാക്കി നാളെ